പരിശുദ്ധ സഭയുടെ വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് സമൂഹത്തിൽ ഉയർന്നു വരുന്ന വിപത്തുകൾക്കെതിരെ, സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കുക എന്നതും അതുവഴി മനുഷ്യനിൽ മാനുഷികമായ സ്വഭാവങ്ങളും മൂല്യങ്ങളും കൂടുതൽ ഉത്തേജിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ദൗത്യം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം അഭ്യുന്നതിയുടെ പോലത്തെ തിരഞ്ഞെടുപ്പിയുടെ ദീർഘവീക്ഷണവും ഇങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള പ്രതിബദ്ധതയും വഴി കഴിഞ്ഞ 7 വർഷങ്ങളായി ഈ ഒരു ലക്ഷ്യം മുൻനിർത്തി അതിജീവന പദയാത്ര ഭംഗിയായി നിർവഹിക്കാനും മനുഷ്യ മനസാക്ഷിയിൽ ചില ബോധ്യങ്ങൾ ഉളവാക്കുവാനും തക്കവണ്ണം ഈ വിധത്തിലുള്ള ക്രമീകരണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ്. പ്രത്യേകിച്ച് ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളായിരിക്കുന്ന യുവതിയുവാക്കളിൽ ഒരു വലിയ ദിശാബോധം അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ, സാമൂഹിക ജീവിതത്തിൽ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും ഒക്കെ നിറവേറ്റുന്നതിൽ തീർച്ചയായിട്ടും ഈ ക്രമീകരണത്തിനൊരു വലിയ പങ്കുണ്ട് എന്നത് സംശയമില്ലാത്ത വസ്തുതയാണ്. പലപ്പോഴും സാമൂഹിക വിപത്തുകൾ, സാമൂഹിക തിന്മകൾ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരുമ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ ആവശ്യമുള്ള കാര്യങ്ങളോ ഒക്കെയാണ് പലപ്പോഴും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. അത് ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മളൊക്കെ കീഴ് സർട്ടിഫിക്കറ്റ് അർഹരാണെന്നുള്ള ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഓടി വരും. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് തെരുവ് നായ്ക്കളുടെ ഉപദ്രവം വഴി ക്ലേശിക്കുന്ന എല്ലാ പ്രായത്തിലുള്ളവരെ പറ്റി. തെരുവുനായയുടെ ആക്രമണത്തിൽ മുഖം തകർന്ന കുഞ്ഞും ഓടി രക്ഷപ്പെടാൻ കൽപ്പില്ലാത്ത വയോധികയും ഒക്കെ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിൽ നൊമ്പരം വരുന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു ഒരു വലിയ വിപത്താണ് ഇടുന്നത്. തെരുവുനായ്ക്കളെ കേരളത്തിൽ വിടുന്നത് മാത്രമാണ് വലിയ കുറ്റം എന്നുള്ള ചിന്തയിൽ ചിന്തിക്കുമ്പോൾ മറുവശത്ത് മാലിന്യങ്ങൾ പെരുകുന്നതും അത് വളരെ അലക്ഷ്യതയോടെ കൈകാര്യം ചെയ്യുന്നതുമൊക്കെ നമുക്ക് യാതൊരു മനസാക്ഷിത്വം ഉളവാക്കുന്നില്ല. ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തിൽ ധനവാൻ ചെയ്തൊരു മനുഷ്യൻ ഭാര്യയുടെ മൃതദേഹം സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാമ്പത്തിക ത്രാണിയില്ലാതെ സ്വന്തം ചുമലിൽ ഇട്ട് നടന്നു നീങ്ങിയപ്പോൾ നമ്മളൊക്കെ മനസ്സിലപ്പം നൊമ്പരപ്പെട്ടു. പക്ഷെ അതോട് ചേർത്ത് നമ്മുടെ ചുറ്റുവട്ടികളെ നമ്മൾ കണ്ണം ഓടിക്കുമ്പോൾ എത്രയോ കുടുംബങ്ങളിൽ, എത്രയോ വ്യക്തികളിൽ സാമ്പത്തിക പരാധീനത വഴി രോഗത്തിന് ചികിത്സ നേടാനോ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനോ ഒന്നും ആവാതെ ക്ലേശിക്കുന്നതിലൊക്കെയുണ്ട്. അതിന്റെ മറുവശത്ത് നാം എത്ര ആർഭാട സംസ്കാരം ഓരോ ദിവസവും പെരുകി വരുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ആർഭാട സംസ്കാരത്തിന്റെ വക്താക്കളായിട്ടാണ്. ആ ഒരു തിരിച്ചറിവ് ഈ ഒരു അതിജീവന പദയാത്ര വഴി സമൂഹത്തിന് മാത്രമല്ല ഭംഗിയായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു, അഭിമാനത്തിന്റെ മനസ്സിലുണ്ട്. ഇങ്ങനൊരു ആശയം മനസ്സിൽ പേറുകയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു പ്രതിബദ്ധത ഏറ്റെടുത്ത് സജീവമായ നേതൃത്വം നൽകുകയും ചെയ്തത് ഭദ്രാസനത്തിലെ അംഗങ്ങളെന്ന നിലയിൽ, ഭദ്രാസനത്തിലെ വൈദികരെന്ന നിലയിൽ, വ്യക്തികളെന്ന നിലയിൽ എല്ലാവർക്കും നേരെ ചാരിതാർത്ഥ്യമുണ്ട്, ഏറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ വർഷത്തെ 2016 അതിജീവന പദയാത്ര കട്ടപ്പുറ പള്ളിയിൽ നിന്ന് തുടങ്ങുവാൻ ആഗ്രഹിച്ച് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച നിർദ്ദേശിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഒരു അംഗീകാരമായിട്ട് തന്നെ കരുതുന്നു. ഇടവകയുടെ നിലയിൽ അവർ കാര്യം പറഞ്ഞപ്പോൾ വളരെ താല്പര്യത്തോടെ വേണ്ട എല്ലാ കാര്യങ്ങളും ഇടവക ആതിഥേയത്വം വഹിക്കണം എന്ന് ആലോചിക്കുകയും തീരുമാനം ചെയ്യുകയുണ്ടായി. തിരുമനസ്സുകൊണ്ട് ഈ ഇടവകയിൽ അതിജീവന പദയാത്ര ഈ വർഷം തുടങ്ങുവാൻ തക്കവണ്ണമുള്ള വേദിയായി തിരഞ്ഞെടുത്തത് നമുക്കേറെ സന്തോഷം. തിരുമനസ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ഈ അതിജീവന പദയാത്ര മനുഷ്യ മനസാക്ഷിയിൽ കൂടുതൽ മാനവികതയോടെ, മാനുഷിക മൂല്യങ്ങളോടെ തിരുനാളം പ്രചരിപ്പിക്കുവാനുള്ള പ്രാർത്ഥനയോടെ
വന്നിയ പിതാവിന് ഏറെ ആദരവോടെ വിനയപൂർവ്വം ഈ ദേവാലയത്തേക്കും അതിനപ്പുറത്ത് ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് തിരുവല്ല മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ സഭ അംഗവും നമ്മുടെ ഭദ്രാസനത്തിലെ അംഗവും അതുപോലെ അദ്ദേഹം പലപ്പോഴും പറയുന്നതാണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രം ഇടവക തന്നെയാണ് കട്ടപ്പുറം പള്ളി ഇരിക്കുന്നത്. അദ്ദേഹം ഈ രീതിയിൽ സംബന്ധിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷത്തോടെ ഓർക്കുന്നു. മുനിസിപ്പൽ ചെയർമാൻ ബഹുമാനായ ശ്രീ കെ വി വർഗീസിനെ വളരെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീമതി എലിയമ്മ തോമസ് കോടിയാട്ട് ഈ ഇടവകയുടെ അംഗമാണ്. തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി അനുഗ്രഹകരമായ നേതൃത്വം നൽകുന്നു. സാവകാശം ലഭിക്കുന്ന എല്ലാ സമയങ്ങളിലും ദേവാലയത്തിൽ ഓടിയെത്തുവാനും കഴിവുള്ളിടത്തോളം ആരാധനയിൽ മുടക്കം വരുത്താതിരിക്കുവാനും ശ്രമിക്കുന്നു എന്നുള്ളത് ഇടവകയിലെ വൈദികൻ എന്ന നിലയിൽ അധികം സാക്ഷ്യപ്പെടുത്തുവാനുള്ള ഒരു കാര്യമാണ്. വളരെ സന്തോഷത്തോടെ ശ്രീമതി എലിയമ്മ തോമസിനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യവും നേതൃത്വവും ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിനും നമ്മുടെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും സജീവമായ ഉണർവ് പകരുന്നു എന്നുള്ളത് അസ്തക്തമായ വസ്തുതയാണ്. ഇന്ന് ഞായറാഴ്ചയുടെ തിരക്കുകൾ എല്ലാ വൈദികർക്കും അവരുടെ ഇടവുകളിൽ ഉണ്ട് എങ്കിലും ഈ അതിജീവന പദയാത്രയിൽ പ്രത്യേകിച്ച് തിരുവല്ല ടൗണിൽ വെച്ച് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യ തിരക്കുകളൊക്കെ മാറ്റിവെച്ച ഇന്ന് ഈ പരിപാടികളിൽ പങ്കുചേരുവാനൊക്കെ അവരെല്ലാവരും ഓടിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രധാന അമരക്കാരനായ ജസനച്ചൻ നമുക്കെല്ലാവർക്കും അറിയാം. ചെറുപ്പത്തിന്റെ ഊർജ്ജസ്വലതയിൽ യുവജന പ്രസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുവാൻ തക്കവണ്ണം ഏറെ യത്നിക്കുന്ന അധ്വാനിക്കുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട ജസനച്ചൻ. ഞായറാഴ്ചയിൽ വിശുദ്ധ വിദ്യാർത്ഥികളെയും അതിനുശേഷം ആ തിരക്കുകൾക്കിടയിൽ ഈ ദേവാലയത്തിലേക്ക് ഓടിയെത്തുകയും ഇവിടെ നിന്നുള്ള അതിജീവന പദയാത്രയിൽ ആദ്യോടൊപ്പം പങ്കുചേരുവാനോളം സന്മനസ് കാണിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ജസനസിനെ ഏറെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളായി പ്രിയപ്പെട്ട ബിജോഷ് അച്ഛനുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ ഭാരവാഹികളായ സെക്രട്ടറിമാര്, മുൻ ഭാരവാഹികളായി ചുമതല വഹിച്ചവർ, യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ അംഗങ്ങൾ, ഭാരവാഹികൾ, വിവിധ ഇടവുകളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രിയ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അഭ്യുദയകാംക്ഷികൾ, അല്പമായോ അധികമായോ ഈ അതിജീവന പദയാത്രയിൽ പങ്കുചേരുന്ന സഹകരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രസിഡന്റ്, സെക്രട്ടറി, ഈ ഇടവകയുടെ യുവജന പ്രസ്ഥാന അംഗങ്ങൾ എല്ലാവരുടെയും കാര്യത്തിൽ ആത്മാർത്ഥതയോടെ സഹകരിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. എല്ലാവരെയും ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവത്തിന്റെ നാമത്തിൽ അനുഭവമുണ്ടാകും. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഏതാനും നിർദ്ദേശങ്ങൾ മാത്രം വളരെ ശക്തിയോടുകൂടി ഇത് നടന്നു. നിങ്ങളിൽ ദൈവം ആരോഗ്യമുള്ളവർ കഴിവതും ആദ്യോടൊപ്പം ഇതിന് കൂടെ ഉണ്ടാകുന്നു. ഞാൻ യുവാക്കന്മാരോട് ഓർപ്പിക്കുന്നു, മുദ്രാവാക്യങ്ങൾ വിളിക്കുവാനുള്ള ഒരു പദയാത്രയല്ല. ഒരു മുദ്രാവാക്യവും ഈ പദയാത്രയിൽ എന്ന് വിളിക്കുന്നത് നമ്മുടെ അനുസരണത്തോടും അച്ചടക്കത്തോടും ആത്മാവോടുകൂടി നടത്തുന്ന ഈ
ആണ് ഈ പദയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഈ അതിജീവന പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പ്രാർത്ഥനയോടുകൂടി ഇതിൻ്റെ അന്ത്യം വരെ ഞങ്ങളോടൊപ്പം ഉണ്ടാകാതെ ജീവനാണ് പദയാത്രയുടെ ദിശ വഹിക്കുന്ന ബഹുമാനരായ നമ്മുടെ ഡോക്ടർ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ തോമസ്, ബഹുമാനപ്പെട്ട ഡോക്ടർ രജീമൻ, ബഹുമാനപ്പെട്ട ശ്രീ തോമസ് പ്രസാദ്, ബഹുമാനപ്പെട്ട വർഗീസ്, ബഹുമാനപ്പെട്ട ശ്രീ, ബഹുമാനപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾ, ബഹുമാനായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഏറ്റവും സന്തോഷത്തോടെയാണ് ഈ പദയാത്രയിൽ പങ്കെടുക്കുവാൻ എൻ്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. നമ്മുടെ സാമൂഹിക ചുമതലകളിൽ നമ്മളെ ആദരണീയനായ ഇനി ഏതാനും വർഷങ്ങൾ കൊണ്ട് തുടങ്ങി വെച്ച ഈ പദയാത്ര ഏറ്റവും നമ്മുടെ സമൂഹത്തിന് പോകാനുള്ളതെന്ന് യാതൊരു തർക്കമില്ല. നമ്മളോരോരുത്തരും ചിന്തിക്കേണ്ടതായിരുന്നു, എന്ത് ഈ പദയാത്ര നടന്നു, ആർക്ക് വേണ്ടി നടന്നു. നമ്മുടെ സമൂഹം ഇന്ന് വളരെ മോശമായ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അതിനുദാഹരണം മക്കൾ അമ്മയെ കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു, അപ്പൻ മക്കളെ കൊല്ലുന്നു. അതുപോലെ മദ്യത്തിനും മയക്കുന്നതിനും അടിമകളായി നമ്മുടെ യുവാക്കൾ സമൂഹത്തിലേക്ക് പോകുന്നു. ഇതിനൊക്കെ ഒരു അതിവെളുത്തിൻ്റെതായിട്ടുള്ള ആവശ്യം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. നമ്മളെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഓരോ മെമ്പർമാർക്കും അതിൻ്റെതായിട്ടുള്ള തിന്മകൾക്കെതിരെ നന്മകൾക്ക് വേണ്ടി പോരാടാനായിട്ടുള്ള കർത്തവ്യം നമുക്ക് ഓരോരുത്തർക്കും. നമ്മളെ പത്രമാധ്യമങ്ങളിൽ കാണാം, ഏതാനും മാസത്തിന്റെ ഡൽഹിയിലെ ഒരു രാവിലെ നടക്കാൻ കഴിഞ്ഞ ഒരു മനുഷ്യനെ ഓട്ടോറിക്ഷ കഴിച്ച് ഓട്ടോറിക്ഷ വീട് വെക്കുമെന്ന് നോക്കിയിട്ട് ആ വിളിച്ചിട്ട് അവനെ നോക്കാതെ പോലും പോകുന്നു. രണ്ടാമത് അതുവഴി വന്ന ഒരു വ്യക്തി ആളിൻ്റെ മൊബൈലിൽ എടുത്തുകൊണ്ട് പോകുന്നു. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടേയിരിക്കും. അന്യ സംസ്ഥാനങ്ങളിലാണ്, നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഇത് നടക്കാത്തതിൻ്റെ കാര്യം ഇതുപോലുള്ള പദയാത്രകൾ നടത്തി നമ്മുടെ സമൂഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ബോധവൽക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ഈ പ്രദേശങ്ങളിൽ രാഷ്ട്രീയ കൊലപാതകവും വർഗീയ കലാപങ്ങളോ ഇല്ലാതെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലേക്ക് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ പോകുന്നു. അതിനെ നേതൃത്വം വഹിക്കുന്ന ആദരണീയായ നമ്മളെ തിരുമേനി നമുക്ക് ഏറ്റവും അഭിമാനമുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ മാതൃകയാണ് എൻ്റെ പിതാക്കന്മാർ അന്തിയോടുന്ന ഈ ദേവാലയം എന്നും എനിക്ക് ഓർമ്മയുള്ളതാണ്. ഞാൻ ആദ്യമായി ചെയർമാനായി കഴിഞ്ഞു എനിക്ക് നല്ലൊരു സ്വീകരണം നൽകിയ ഈ ഇടവയോടെ എന്നും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ യുവജന പ്രസ്ഥാനം നമ്മുടെ യുവജനങ്ങൾ ഇനി നന്മകൾക്ക് വേണ്ടി അതുപോലെ തിന്മകൾക്കെതിരായിട്ടുള്ള വളർത്തൽ ഇതുപോലെ തന്നെ നമുക്ക് നടക്കണം. അതുപോലെ ഇന്ത്യയുടെ ആജീവനാന്ത പദയാത്രയ്ക്ക് തിരുവല്ല കലശങ്ങളുടെ എല്ലാവരും ആവശ്യങ്ങളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ധർമ്മമുദ്രാസനത്തിൻ്റെ ഒരംഗമെന്ന നിലയിൽ യുവജന പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഞാൻ ഐക്യരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളുണ്ട്. ഈ പദയാത്ര ഔദ്യോഗികമായി ഈ പദയാത്ര പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ഏറ്റവും വേഗത്തിൽ അവസാനിപ്പിക്കാനുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അറിയിക്കുവാൻ സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, മുനിസിപ്പൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, ഇവിടെ കൂടിയിരിക്കുന്നതിന് എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഓർത്തഡോക്സ് ക്രൈസ്തവ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇന്നൊരു അഭിമാനത്തിന്റെ ദിവസമാണ്. നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ രോഗാതുരമായ ഒരു സമൂഹത്തിൻ്റെ
സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ഒരു പ്രതികരണമാണ് മരണമല്ലാ സേവന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 9ാമത് വർഷത്തെ അതിജീവന പദയാത്ര. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അഭിനന്ദ തിരുമനസ് അനുഗ്രഹകരമായ നേതൃത്വം ഈ പദയാത്രയ്ക്ക് നൽകി നമ്മെ അറിയിച്ചു. ഇത് നമ്മുടെ സമൂഹത്തിൽ മനസാക്ഷിയെ ഉണർത്തുന്ന ഒരു പദയാത്രയാണ്. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ച് ഓരോ പദയാത്രകളെ സംബന്ധിക്കുമ്പോൾ നാം ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ നന്മകളെക്കുറിച്ച് ഓർക്കുവാനും തിന്മകളിൽ നിന്ന് പിൻവാങ്ങി അനുഗ്രഹകരമായ ഒരു ജീവിതത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് സമഗ്രമായ പൂർണ്ണതയുടെ അനുഭവത്തിലേക്കുള്ള വളർച്ചയ്ക്ക് ഈ പദയാത്ര ഉതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വലിയ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കും. പ്രസ്ഥാനത്തിന്റെ സാരഥികളെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും സ്നേഹമുണ്ട്. നമ്മുടെ സഭ സാമൂഹ്യ തിന്മകൾക്കെതിരെ നടപടുന്നതായ ഈ വലിയ സംരംഭത്തിൽ ഈ സഭയുടെ ഒരു അംഗം എന്ന നിലയിൽ ഞാൻ അഭിമാനപൂർവ്വം ഇതിനെ കാണുന്നു. നമ്മുടെ നാട് അതിവേഗം വളരുന്നു എന്ന് നമ്മൾ സമർത്ഥിക്കുന്നു എങ്കിലും ഇന്ന് നമ്മുടെ തലമുറ നാശത്തിൻ്റെ വക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നാം ജീവിക്കുന്നത്. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കി ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്ന ഒരു ചെടിയുടെ മുകളിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത രീതിയിൽ അത് കഴിഞ്ഞാൽ പിന്നെ ആ ചെടി വളരുന്ന പുറപ്പാടിലേക്ക് അതുപോലെയാണ് നമ്മുടെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാശത്തിനെതിരെ ഈ നടത്തുന്നതായ ഈ പദയാത്ര ജനഹൃദയങ്ങളിലൊരു വലിയ മാറ്റം സൃഷ്ടിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പദയാത്രയിൽ വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ജനറൽ അതിനായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദേവാലയ ഭാഗത്ത് നമ്മൾ കേട്ടു അത്തിയെ നോക്കി ഒരു പാഠം പഠിക്കുക. ഇന്ന് നടത്തുന്നതായ ഈ അതിജീവന പദയാത്രയിൽ നിന്ന് ഈ സമൂഹത്തിനൊരു പാഠം പഠിക്കുവാനുണ്ട്, നമുക്കൊരു പാഠം പഠിക്കുവാനുണ്ട്. ഇത് വലിയൊരു സൂചനയാണ്. എല്ലാവിധമായ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കും. അതിജീവന പദയാത്രയോട് ചേർന്നുള്ള പ്രാരംഭ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഈ പദയാത്രയുടെ മുഖ്യ നേതൃത്വം നൽകുമ്പോൾ നമ്മോടൊപ്പം നമ്മളൊരാളായി ആരോഗ്യകരമായ പ്രശ്നങ്ങളൊക്കെ അവഗണിച്ച് ഒരിക്കലും ശുശ്രൂഷകളിൽ നമ്മൾ നയിക്കുന്ന ഇതിൽ ആശംസകൾ അർപ്പിച്ച എത്തിച്ചേർന്ന വിവിധ ജീവിതത്തിന്റെ വിവിധ തുടങ്ങുന്നവർ സർവോപരി പ്രാരംഭ സമ്മേളനത്തിന് ആദ്യത്തെ വേദിയിലേക്ക് ഇടവകയിലെ ശക്തമായ പ്രസ്ഥാനം ഒപ്പം ഇടവകയിലെ പ്രബുദ്ധരായ ജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒറ്റവാക്കുകൾ നമ്മുടെ പ്രാരംഭ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. അതിജീവന പദയാത്രയ്ക്ക് മുന്നോടിയായി ആദ്യത്തെ ഇടവക അമൂല്യനായ തിരുവനന്തപുരത്തിനെ സ്വീകരിക്കുകയാണ്. കടപ്പുറം സെന്റ് ജോർജ് ഓർത്തഡോക്സിലേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വികാരി ഫാദർ ജോൺ മാത്യു ഇപ്പോൾ പ്രാർത്ഥന നടത്തുന്നു. ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി യുവജന പ്രസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജോബി തോമസ് ശിക്ഷയായിരിക്കണമെന്ന് എനിക്ക് കൂടി ഓർമ്മിപ്പിക്കും. നമ്മളെ ആരെയും നിയന്ത്രിക്കാനില്ല. അതുപോലെ പൊതു യൂണിയനും വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ വാഹനത്തിൽ പോകുന്നവരെ നമ്മളൊന്നും പ്രതിരോധത്തിന് പോകാതെ ഒരു കാര്യം ഭംഗിയായി കിട്ടിയാൽ ദൈവത്തിൽ ആശ്രയിച്ചു. വാത്സല്യമുള്ളവരെ, ബലഹീന
ഞാൻ നയിക്കുന്ന ഈ അതിജീവന പദയാത്രയുടെ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് കാവുംഭാഗം സെന്മൽ ഇടവക വികാരിയുടെയും ആത്മീയ സംഘടനകളുടെയും നേതൃത്വത്തിൽ നൽകിയ നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് സ്വീകരണത്തിന് ദൈവനാമത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൽ നിങ്ങളിൽ നിന്ന് ആരോഗ്യമുള്ളവരും ഈ പദയാത്രയിൽ ഞങ്ങളോടൊപ്പം വരുവാനായിട്ട് ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വരുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാൻ ഓരോ ക്രൈസ്തവനും കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം എനിക്ക് എല്ലാവരോടും ഓർപ്പിക്കാനായിട്ടുള്ളത്, നാമും ഉത്തമമായ മാതൃക ജീവിതം നയിക്കുന്നവരാകണം. നിങ്ങൾ എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹം അറിയിക്കുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കത്തക്കവണ്ണം നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വരുന്ന ഒരുപിടി സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാനുള്ള ക്രൈസ്തവ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 9 വർഷമായി നാം ഈ പദയാത്ര നടത്തുന്നത്. ഈ ഭദ്രാസനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതുപോലെയുള്ള പദയാത്രകളും പൊതുസമ്മേളനങ്ങളും നാം സംഘടിപ്പിച്ചു വരുന്നു. ഈ തിന്മകളെക്കുറിച്ച് മനുഷ്യരെ ബോധവൽക്കരിക്കുവാനും പ്രതികരിക്കുവാനും അവരെ ഉത്തേജിപ്പിക്കുവാൻ ഈ എളിയ ശ്രമം സാധ്യമായി തീരും എന്ന് കരുതുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ വിനീതമായ അപേക്ഷ, ഇതിൽ പങ്കാളികളാകുന്ന നാം ഈ കാര്യങ്ങളിൽ നിന്ന് പരമാവധി അകലം പാലിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരായുസ് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പ്രത്യേകാൽ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരുടെ ഉന്നമനത്തിനു വേണ്ടി നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നാം പ്രവർത്തിക്കണം. ഹരിയഖര സെന്റ് ജോർജ് ഇടവക കാട്ടിയ സ്നേഹത്തിന്, സഹകരണത്തിന്, സ്നേഹോപകാരങ്ങൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളിൽ ആരോഗ്യവും കഴിവുമുള്ള എല്ലാവരും ഈ പദയാത്രയോടൊപ്പം ഞങ്ങളോടുകൂടി യാത്ര തുടരണം എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. നമുക്ക് ഏറ്റവും ആരാധനായ KM മാത്യു സാറിൻ്റെ സാന്നിധ്യം എന്നെ ആവേശഭരിതനാക്കുന്നു. പ്രകൃതിയോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഏത് വിധമെന്ന് അറിയണം. ഭൂമിയുടെ മാർവ് വെട്ടിത്തുറന്ന്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരം നടുഭാഗം വെച്ച് കുത്തി തുളയ്ക്കുന്നത് പോലെ പ്രകൃതിയുടെ മാർവിന്ന് മനുഷ്യൻ കുത്തിത്തുളച്ച് മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇന്ന് നട്ട് നനച്ച് വളർത്തുകയാണ്. പ്രകൃതിയെ ഈ ഭാരതത്തിന്റെ സംസ്കാരം കാണുന്നത് അമ്മയ്ക്ക് തുല്യമാണ്. അമ്മയോടുള്ള സ്നേഹമാണ് പ്രകൃതിയോടും ഭൂമിയോടും. അതുകൊണ്ടാണ് ഹൈന്ദവ വിശ്വാസം ഭൂമിയെ പറ്റി പറയുന്നത് ഭൂമി ദേവി എന്നുള്ള പദമാണ് ഇടുന്നത്. എന്നാൽ ഇന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്ത് നാളെയുടെ ആഗ്രഹങ്ങൾ സഫലമാകാതെ ഇന്ന് നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിന്റെ പ്രക്രിയകളെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വ്യവസായം വിപ്ലവമായി മാറുന്നു. വ്യവസായം വിപ്ലവമായി മാറുമ്പോൾ മനുഷ്യൻ സ്വാർത്ഥനായി മാറുന്നു. മനുഷ്യന്റെ സ്വാർത്ഥത വരുമ്പോൾ മനുഷ്യന് അനുയോജ്യമായ ഘടകങ്ങളെല്ലാം മനുഷ്യൻ വിപരീതമായി കാണുകയാണ്. എന്നാൽ ഈ പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിക്കുവാൻ പ്രകൃതി നാളെയും ആവശ്യമാണ് എന്നുള്ള ബോധ്യം നമ്മിൽ ജനിക്കുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയണം. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.
എന്നെ കേൾക്കുന്ന നാനാജാതി മതസ്ഥരായ സഹോദരങ്ങളെ, മത തീവ്രവാദം ഉപേക്ഷിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഏകമതം സംസ്ഥാപിച്ചുകൊണ്ട് വിഭാഗീയതകൾ ഇല്ലാതെ ജീവന്റെയും വിശുദ്ധിയുടെയും ഒരു നല്ല നാളെ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയണം. കാട്ടിലെ മൃഗത്തിന് സുരക്ഷയുണ്ട്, നാട്ടിലെ പശുവിന് സുരക്ഷയുണ്ട്. പക്ഷെ ഇന്ന് മനുഷ്യന് സുരക്ഷയില്ല എന്നുള്ളത് നാം അറിയണം. കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ ഒരു ഇത് കണ്ടു. ഗോവിന്ദസ്വാമിയെ പറ്റി പറയുന്നു. അദ്ദേഹം ജയിലിൽ കയറുമ്പോൾ 45 കിലോ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഗോവിന്ദസ്വാമിക്ക് 70 കിലോ. എന്തോ ഒരു വ്യത്യാസമാണുള്ളത്. സുപ്രീം കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. പക്ഷേ ബലഹീനമായ എന്റെ മനസ്സിൽ തോന്നുന്നു, നാളെ എന്റെ ഭാര്യയ്ക്ക്, എന്റെ അമ്മയ്ക്ക്, എന്റെ പെങ്ങൾക്ക് ഈ നാട്ടിൽ യാതൊരു സുരക്ഷയുമില്ല. ഒന്നുകൂടെ പറയട്ടെ, നാളെ എന്റെ ഭാര്യയ്ക്ക്, എന്റെ അമ്മയ്ക്ക്, എന്റെ പെങ്ങൾക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായി നടക്കുവാൻ സുരക്ഷയില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കട്ടെ. ആയതിനാൽ ഒരു സമത്വമുണ്ടാവുന്ന, സ്നേഹമുണ്ടാവുന്ന, നീതിയുടെ പ്രത്യയശാസ്ത്രങ്ങൾ വിരിയുന്ന, സത്യത്തിന്റെ ധാർമ്മികതയുടെ മൂല്യങ്ങൾ അറിയുവാൻ അഭിമന്യനായ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ട് നയിക്കുന്ന ഈ അതിജീവന പദയാത്രയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. പരിമല പരിശുദ്ധന്റെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ ഈ പുണ്യമണ്ണിൽ ഇന്ന് കർമ്മധീരതയോടെ നടത്തുന്ന അഭിനന്ദനായ പിതാവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ നാടിന്റെ നന്മയ്ക്ക്, നാളെയുടെ സാഹോദര്യത്തിന്, ജാതിമത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി സ്നേഹമെന്ന ഏകമതത്തിന് തീരട്ടെ എന്ന ആശംസയോടെ ഈ അതിജീവന പദയാത്രയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ഈ പദയാത്രയ്ക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അറിയിക്കുന്നു. സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുവാനുള്ള മനുഷ്യ മനസ്സാക്ഷിയെ ഉണർത്തുവാൻ ഉള്ള ഈ എളിയ ശ്രമത്തിന് സഹൃദരായ എല്ലാ സുമനസ്സുകളുടെയും സഹകരണം ഞങ്ങൾ ഈശ്വരനാമത്തിൽ അപേക്ഷിക്കുകയാണ്. മനുഷ്യൻ മൃഗമായാൽ ഇത്രയും അധപ്പതിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ പല മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്നു. മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാനുഷിക ഭാവങ്ങളും മനുഷ്യത്വങ്ങളും ഈ മനുഷ്യ സമൂഹത്തിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഉണർത്തി പൊതു നന്മയ്ക്കും സമൂഹത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ഈ ഇതുപോലെയുള്ള പദയാത്രകൾ മുഖാന്തരമായി തീരട്ടെ. ഏവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഈ പദയാത്രയുടെ ആത്യന്തികമായ ഉദ്ദേശവും ലക്ഷ്യവും മറ്റൊന്നുമല്ല, സാമൂഹിക തിന്മകളെ അശേഷം തുടച്ചു നീക്കുവാൻ തക്കവണ്ണം യത്നമാണ്. അതിനുവേണ്ടിയുള്ള ഉറച്ച നിലപാടാണ്. അതിന്റെ വലിയൊരു ഫലവത്തായ കാഴ്ചയാണ് ഈ പദയാത്രയിലൂടെ കാണുന്നത്. ഇതിനുവേണ്ടി സഹകരിക്കുന്ന, ഇതിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ ജനങ്ങളെയും, എല്ലാ വ്യക്തികളെയും, എല്ലാ സമൂഹങ്ങളെയും ദേവസന്നിധിയിൽ ഓർക്കുന്നു. നന്മയുടെ പ്രതീകമായി, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുമാനത്തോടെ നമുക്ക് സാധിക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് അർത്ഥമില്ല. യഥാർത്ഥമായ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല വഴി കാണിച്ചു കൊടുക്കുവാനും നേരായ പാതയിൽ സഞ്ചരിക്കുവാനും ജനങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരു നല്ല പൗരന്റെ കടമ. നന്മയുടെ പാതയിലേക്ക് തിരിച്ചു വരുവാൻ തക്കവണ്ണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനൊക്കെയും ഊന്നൽ നൽകിക്കൊണ്ടാണ് അഭിമന്യ പിതാവ് ഈ യാത്ര, ഈ പദയാത്ര ഈ നയിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്നത്. പെരുകി വരുന്ന സാമൂഹ്യ തിന്മകളെക്കുറിച്ച് മനുഷ്യ മനസാക്ഷിയിൽ ബോധ്യപ്പെടുത്തുവാനും അതിനെതിരെ ക്രിയാത്മകമായി പ്രതികരിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് പൊതുവായ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്തുക എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ കഴിഞ്ഞ 9 വർഷമായി നടത്തിവരുന്ന ഒരു പദയാത്രയുടെ ഭാഗമാണ് ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എളിയ പദയാത്രയ്ക്ക് നല്ല സ്നേഹോഷ്മളമായ ഒരു സ്വീകരണം നൽകിയ ഈ കത്തീഡ്രൽ ഇടവകയുടെ വികാരിമാർ, അതിലെ യുവജന ഭാരവാഹികൾ എല്ലാവരോടും എനിക്ക് വ്യക്തിപരമായും യുവജന പ്രസ്ഥാനത്തിനും ഭദ്രാസനത്തിനുമുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും വളരെ ആദരവോടുകൂടി അറിയിക്കട്ടെ. നിങ്ങളിൽ താല്പര്യമുള്ളവരും ഇതിൻ്റെ കൂടെ സഹകരിച്ച് ഇത് വിജയമാക്കി തീർക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കും. പദയാത്രയിൽ പങ്കെടുക്കുന്നതായ വന്യ വൈദികരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ,
ഭാരതം നമ്മുടെ നാടാണ്. ഭാരതത്തിന്റെ അഭിമാനം നമ്മുടെ അഭിമാനമാണ്. ഇവിടെ നടക്കുന്ന അനീതിക്കും അക്രമത്തിനും എതിരായിട്ട് പടപൊരുതുവാനുള്ള മനസ്സാക്ഷിയുടെ നൊമ്പരത്തിന്റെ ഒരു യാത്രയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നടത്തുക. അനീതിക്കും അക്രമത്തിനും ധൂപം വീശാതെ അതിന് എതിരായി പോരാടുള്ള പ്രവാചക ദൗത്യം ഹൃദയത്തിൽ ഏന്തിക്കൊണ്ട് അഭിമന്യ പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതായ ഈ പദയാത്രയ്ക്ക് സെന്റ് ജോൺസ് മെത്രാപ്പോലിത്തൻ കത്തീഡ്രൽ ഇടവകയുടെയും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുടെയും ഇവിടുത്തെ എല്ലാ ഭാരവാഹികളുടെയും യുവജനങ്ങളുടെയും നേതൃത്വത്തിലുള്ള എല്ലാവരുമായ ഭാവങ്ങള് ഞങ്ങൾ നേരുന്നതോടൊപ്പം ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. ഈ പദയാത്രയില് ഈ പ്രത്യേകമായ നമ്മുടേതായ ലക്ഷ്യത്തില് എത്തിച്ചേരുവാൻ ദൈവത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് പ്രത്യേകിച്ച് ഞങ്ങളുടെ സമൂഹത്തിന്റെ എല്ലാവിധമായ അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. നമ്മളൊന്നാണ്, നമ്മൾ ഒന്നു ചേർന്നുകൊണ്ട് ഇതിൽ പങ്കുചേരുന്നു. അഭിമന്യ പിതാവിന് എല്ലാവിധമായ ആശീർവാദങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാ നന്മകളും നേരുകയും അവർ പെട്ടെന്ന് തന്നെ മൊബൈൽ ഫോൺ എടുത്ത് ഇത് വീഡിയോ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അവരവിടെ വീഴുകയും ചെയ്തു. ട്രെയിൻ വന്ന് ഇടിച്ചവർ മരിക്കുകയും ചെയ്തു. അപ്പൊ മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കുന്ന ആളുകൾ അതിനെ വീഴുമ്പോൾ അവിടെ മനുഷ്യന് യാതൊരു വിവേചനവും ഇല്ലാതിരിക്കുക. മനുഷ്യനേക്കാൾ കൂടുതൽ പ്രാധാന്യം മൃഗങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള കിരാതമായ ഒരു സംസ്കാരത്തിലേക്കാണോ നാം ഇപ്പോൾ നീങ്ങുന്നതെന്ന് സംശയം ജനിപ്പിക്കുവാണ്. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ആളുകൾ തന്നെ ഇവിടെ മനുഷ്യന്റെ ജീവന് ഭീഷണിയായി തീരുന്നു. മനുഷ്യന്റെ മനസ്സിനെ, മനുഷ്യരുടെ ജീവിതത്തെ ദുസ്സഹമാക്കി തീർക്കുകയാണ്. അനേക തരത്തിലുള്ള ക്രിമിനൽ വാസനകൾ, അനേക തരത്തിലുള്ള ഭോഗേച്ഛകൾ മനുഷ്യനിൽ വർദ്ധിപ്പിക്കുക. ഈ സാമൂഹിക വാർത്താവിനിമയങ്ങളുടെ വിവേകരഹിതമായ ഉപയോഗം മൂലവും മയക്കുമരുന്നുകളുടെ പിടിയിൽപ്പെട്ടുള്ള നമ്മുടെ യുവജനങ്ങൾ ഇങ്ങനെ പാറിപ്പറന്നൊരു ജീവിതം നയിക്കുക. കാര്യമായി ചിന്തിക്കാനോ സാംസ്കാരിക മൂല്യങ്ങളിൽ അടിച്ചു നിൽക്കുവാനോ സാധിക്കാത്ത തരത്തിൽ എല്ലാവരോടും വിസ്മയത്താം. അതിനെതിരെയാണ് അതിജീവന പദയാത്ര എന്ന കാര്യമായി തീരുന്നത്. ജീവനമല്ല, അതിജീവനമാണെന്ന ആവശ്യം. ജീവനെ അതിനെ ഭീകരമായ വശങ്ങളിൽ കൂടി അതിനെ പറ്റുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിജീവനത്തിന്റെ പ്രാധാന്യവും വർദ്ധിക്കുക. ആ രീതിയിൽ ഏറ്റവും മാതൃകാപരമായും അർത്ഥപൂർണമായ ഒരു ചുവടുവെപ്പാണ് ഈ മലങ്കര ഓർത്തഡോക്സ് ശ്രീയാനി ക്രൈസ്തവ യുവജന പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഈ ധർമ്മഭദ്രാസന അധിപന്റെ നേതൃത്വത്തിൽ ഈ രീതിയിൽ കൂടെ കടന്നു പോകുന്നത്. എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുന്നു. ഇതൊരു പുതിയ കാഴ്ചപ്പാക്കട്ടെ, ഇത് ജീവിതത്തിന്റെ ഒരു പുതിയ വെല്ലുവിളിയാകട്ടെ, മാർഗദർശനം നൽകുന്നതിന് നമുക്ക് പര്യാപ്തമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കേൾവിക്കാർക്കും നന്മകളും അനുഗ്രഹങ്ങളും പ്രദർശിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ പ്രസംഗം അവസാനിപ്പിക്കും. അതിജീവന പദയാത്ര നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സമ്മേളനം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇപ്പോഴും ആവേശഭരിതരായ യുവാക്കള് ഇവിടേക്ക് കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയും ആണ്. ഇന്ന് ഈ മീറ്റിംഗിന് അധ്യക്ഷം വഹിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ധർമ്മഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ അഭിനയായ യുവാനന്മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്, അദ്ദേഹമാണ് ഈ അതിജീവന പദയാത്ര മുന്നിൽ നിന്ന് നയിച്ചത്. അദ്ദേഹത്തെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ മീറ്റിംഗ് എല്ലാ വൈദികരും സ്റ്റേജിലേക്ക് കയറി ഇരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് അവറുകൾ, അദ്ദേഹം നമ്മുടെ തിരുവല്ല നിയോജക മണ്ഡലത്തിന്റെ സ്വന്തം MLA ആണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നല്ല സുഹൃത്താണ്. അതുപോലെ തന്നെ സാമൂഹ്യമാകുന്ന തിന്മകളെ കുറിച്ച് എപ്പോഴും തന്നെ പുസ്തകത്തിൽ ശക്തമായ രീതിയിൽ പ്രചോദിപ്പിക്കുകയും അതുപോലെ തന്നെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്ന പതിലേഖമാണ് ബഹുമാനിയായ മാത്യു ടി തോമസ് അവറുകളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് മാർത്തോമാ സഭയുടെ അടൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്ത ബഹുമാന്യനായ
ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ടാണ്. അദ്ദേഹം KCCയുടെ മുൻ പ്രസിഡന്റാണ്. ലാളിത്യം കൊണ്ടും ഏറ്റവും സ്നേഹനിർഭരമാകുന്ന തന്റെ ഇടപെടലുകൾ കൊണ്ടും ജനഹൃദയങ്ങളിൽ ആഴമായ സ്വാധീനവും സാന്നിധ്യവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. 2006 ഈ അതിജീവന പദയാത്ര ആദ്യമായി ആരംഭിക്കുന്ന അവസരത്തിൽ കുറച്ചു സമയം ഈ അതിജീവന പദയാത്രയുടെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം നടന്ന ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച അഭിമന്യ തിരുമനസ്സാണ് അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹമാകുന്ന ഭാഷയിൽ ഈ പൊതുസമ്മേളനത്തിലേക്ക് മുഖ്യ പ്രഭാഷണത്തിനായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ KV വർഗീസ് അവറുകൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഏരിയാപ്പ തോമസ് മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ റോബർട്ട് ഫാദർ BY ജസലച്ചൻ അച്ഛനെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. വിവിധ ഇടവകളിൽ നിന്ന് കടന്നു വന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ധീരരായ നല്ല പ്രവർത്തകര്, അതുപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങള് വാക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടും മറ്റു സഹായ സഹകരണങ്ങൾ കൊണ്ടും ഒക്കെ ഈ പദയാത്രയെ മുമ്പിൽ നിന്ന് നയിക്കുന്ന എല്ലാവരോടും ഈ ശബ്ദപരിധിക്കെതിരിൽ നിന്നുകൊണ്ട് ഈ സമ്മേളനം വീക്ഷിക്കുന്ന എല്ലാവരോടും ഒറ്റവാക്കിൽ സ്വാഗതം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയും ചെയ്യുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ആരാധനായ ജലവിഭവ മന്ത്രി ബഹുമാന്യനായ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ ജനമദ്രാസാധിപൻ അഭിമന്യ ക്രിസോസ്റ്റമോസിനെയും മാർത്തോമാ സഭയുടെ അടൂർഭദ്രാസാധിപൻ ഏബ്രഹാം മാർ പൗലോസിനെയും മുനിസിപ്പൽ ചെയർമാൻ ശ്രീ KV വർഗീസ്, വൈദിക ശ്രേഷ്ഠരെ, യുവജന പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാർ, ഈ വർഷവും അതിജീവന യാത്ര ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ പ്രതികൂലമായ പ്രകൃതിയുടെ അവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമാപിക്കുക. ഈ വർഷം സംഘടിപ്പിക്കാൻ തയ്യാറായ ഏവരെയും ഞാൻ ഹൃദയംഗമായി അഭിനന്ദിക്കുന്നു. ഈ യാത്രയിലൂടെ പ്രചരണം നടത്താൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. നമ്മുടെ സമൂഹത്തിൽ പല രൂപത്തിലുള്ള തിന്മകൾ വർദ്ധിച്ചു വരുമ്പോൾ ആ തിന്മയ്ക്കെതിരെ യുവ മനസ്സാക്ഷിയെ ഉണർത്തുവാനും ധർമ്മത്തിൻ്റെയും നീതിയുടെയും നന്മയുടെയും വക്താക്കളായി യുവാക്കൾ മാറാൻ നല്ല പ്രേരണ കൊടുക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഈ അതിജീവന യാത്ര. സമസ്ത മേഖലകളിലും അധർമ്മത്തിൻ്റെയും അനീതിയുടെയും അഴിമതിയുടെയും കരാളഹസ്തങ്ങൾ നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് തെറ്റിനെയും ശരിയായി അംഗീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ അല്പം മുമ്പ് ഒരു റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാണ് വരുന്നത്. ഒരു റെസിഡൻസ് അസോസിയേഷൻ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക യാതൊരു കരാറുകാരുമില്ലാതെ ഒരു ഉദ്യോഗസ്ഥനും ഒരു പൈസ പോലും കൈക്കൂലി കൊടുക്കാതെ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക എല്ലാവരും അറിഞ്ഞ് ചെലവാക്കി പണിപൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വ്യത്യസ്തമായ ഒരു റോഡ് പണിയാണ്. ഓഫീസുകൾ മാത്രമല്ല, തമാശയ്ക്കാണെങ്കിൽ ഇന്ന് എനിക്ക് വാട്സാപ്പിൽ വന്ന ഒരു സന്ദേശം ഞാൻ പലയിടത്ത് നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞു. ഒരു സ്കൂളിൽ കുട്ടികളുടെ പണമെടുക്കാൻ വേണ്ടി ഹെഡ്മാസ്റ്റർ തീരുമാനിച്ച് കുട്ടികളോട് പറഞ്ഞു, അധ്യാപകരോട് പറഞ്ഞ് എല്ലാ കുട്ടികളും 20 രൂപ വെച്ച് കൊണ്ടുവരണം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ. അപ്പൊ അധ്യാപകർ കൂടി പറഞ്ഞു 20 രൂപ തരാൻ നിവൃത്തിയുള്ള കുട്ടികളില്ല, 10 രൂപയാക്കണം ചില അധ്യാപകർ. അവസാനം ഹെഡ്മാസ്റ്റർ അധ്യാപകരും തമ്മിൽ ധാരണയായി 15 രൂപ എല്ലാ കുട്ടികളും കൊണ്ടുവരട്ടെ എന്ന്. അതിൽ ചില ഒരധ്യാപകൻ ക്ലാസ് മുറിയിൽ ചെന്ന് പറഞ്ഞു, എല്ലാ കുട്ടികളും 30 രൂപ കൊണ്ടുവരണം. നമ്മുടെ കുട്ടികളെ മോശക്കാരല്ലല്ലോ. അവര് അമ്മയോട് പറഞ്ഞു, അമ്മയെ പണമെടുക്കാൻ വേണ്ടി ഞങ്ങൾ 100 രൂപ കൊണ്ടുവരണമെന്നാണ് ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്.
അമ്മ അവിടെ വിദേശത്തേക്ക് ഭർത്താവിനെ വിളിച്ച് കുട്ടികളുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞത് കുട്ടികൾക്ക് പണം എടുക്കണം, ഒരു 250 രൂപയ്ക്ക് ഉടനെ എത്തിച്ചു കൊടുക്കണം. നമ്മുടെ എല്ലാ മേഖലകളിലും എന്ത് കിട്ടും, എങ്ങനെ കൂടുതൽ കൈയടക്കാം എന്ന ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ ഒരു ഉദാഹരണം അധ്യാപകരൊന്നും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ഈ കഥ നൽകുന്ന ഒരു പാഠം, നേരിന്റെ അംശം നമ്മുടെ എല്ലാ മേഖലകളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ഈ സാമ്പത്തിക ലാഭത്തോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ കൃത്രിമമായ സുഖം ലഭിക്കും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ലഹരിക്കടിമപ്പെടുന്ന യുവസമൂഹത്തിന് മുമ്പിലാണ് യുവജന പ്രസ്ഥാനം ഈ അതിജീവന യാത്ര സമർപ്പിച്ചിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുള്ള ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഒക്കെ നല്ല കാര്യങ്ങൾ പ്രചരിക്കുന്നതോടൊപ്പം തന്നെ വൈകൃതങ്ങൾക്ക് പലരും അടിമപ്പെട്ടു പോകുന്നു. ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ മുഖം തിരിച്ചു നിന്നിട്ട് കാര്യമില്ല. ഇത്തരത്തിൽ വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് എന്ന ബോധ്യത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിലും നമ്മുടെ കുടുംബത്തിലുമുള്ള കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഈ ലോകത്തുള്ള, ഈ ഭൂമിയിലുള്ള, ഈ നാട്ടിലുള്ള മുഴുവൻ യുവാക്കളും അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ ഇത്തരം തെറ്റായ പ്രവണതകളിൽ നിന്ന് അവരെ വിമുക്തരാക്കാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ മുതിർന്ന സമൂഹത്തിൽ നേതൃത്വം കൊടുക്കുന്ന പൊതുസമൂഹത്തിൽ, മുതിർന്ന തലമുറ നേതൃത്വം കൊടുക്കുന്ന പൊതുസമൂഹത്തിൽ നടമാടുന്ന അധർമ്മമടക്കമുള്ള കാര്യങ്ങൾ, ആ അധർമ്മം, അനീതി, ചൂഷണം ഒക്കെ കണ്ടുകൊണ്ട് വളരുന്ന തലമുറ അവർ ചെയ്യുന്ന തെറ്റുകളെ തിരുത്താൻ തക്കവണ്ണമുള്ള ധാർമ്മിക ശേഷിയില്ലാതെ പോകുന്ന മുതിർന്ന തലമുറ, ഇതൊക്കെ വലിയ അപകടങ്ങൾ നാട്ടിൽ ക്ഷണിച്ചു വരുത്തുമെന്ന ബുദ്ധിയിലാണ് തിരുത്തുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അവിയത ക്രിസോസ്റ്റമസിനുവേണ്ടി കാൽനടയായി സഞ്ചരിക്കുകയും യുവജന പ്രസ്ഥാനം ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം നേതൃത്വം കൊടുത്തുകൊണ്ട് തുടർച്ചയായി ഈ അതിജീവന യാത്ര സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത തിരുമേനിയും ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും എല്ലാ യുവ സുഹൃത്തുക്കളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഇങ്ങനെയുള്ള അറിയിക്കട്ടെ. മുഖ്യ പ്രഭാഷണത്തിനായി അഭിമന്യ എബ്രഹാം മാർ പൗലോസ് തിരുമനസിനെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായ നിരവധി വികാസന അധ്യക്ഷൻ നമ്മുടെ ഈ മണ്ണിൻ്റെ ധാർമ്മിക ശക്തിയായ കേരള നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ജലവിഭവ ശേഷി മന്ത്രി പ്രിയപ്പെട്ട മാർട്ടിൻ ടി തോമസ്, KCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട റജി അച്ഛൻ, ബഹുമാന്യരായ അച്ഛന്മാരെ, യുവജന സുഹൃത്തുക്കളെ, സഭയുടെ വിശ്വാസ സമൂഹമേ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അഭിമന്യനായ ക്രിസോസ്റ്റമസ് തിരുമേനി നയിച്ച ഈ കാൽനട യാത്രയിൽ സംബന്ധിച്ച ഏവരെയും ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. 2006 തികച്ചും യാദൃശ്യം എന്ന് തോന്നാമെങ്കിലും ഈ യാത്ര കടന്നു വരുന്ന പാതയിലൂടെ സഞ്ചരിക്കവേ ആരെന്നോ എന്തെന്നോ അറിയാതെ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദയാത്രയാണല്ലോ, ആര് നയിച്ചാലും അതിൽ അല്പസമയമെങ്കിലും പങ്കുചേരണം എന്ന് നിശ്ചയിച്ച് വാഹനത്തിൽ നിന്നിറങ്ങി കൂടെ നടക്കുകയും അപ്പോൾ മാത്രമാണ് ക്രിസോസ്റ്റമസ് വേണ്ടി നയിക്കുന്ന നിരണം ഭദ്രാസന അതിജീവന പദയാത്രയാണ് എന്ന് തിരിച്ചറിയുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 2014 അതിജീവന പദയാത്രയിൽ പ്രഭാഷണം നടത്തുന്നതിനുള്ള മുന്നൊരുക്കമായി ഞാനിതിനെ കാണുകയാണ്. നിശ്ചയമായും
ബഹുമാനനായ മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കപടതയും കാപട്യവും നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഈ ലോക സാഹചര്യത്തിൽ നമ്മുടെ യുവജനങ്ങളെ, നമ്മുടെ സഭാമക്കളെ ധാർമ്മിക ആസക്തിയുള്ളവരാക്കി തീർക്കുവാൻ ചെയ്യുന്ന ഈ നല്ല സംരംഭത്തിന് അഭിനന്ദനായ തിരുവേദിയെ ഞാൻ അങ്ങേയറ്റം ആദരപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഒരുപക്ഷെ പ്രകൃതി നമുക്ക് അല്പം വൈഷമ്യങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ പോലും ഈ വഴിയോരങ്ങളിൽ നിന്നിട്ടുള്ള ജനങ്ങൾ, ഇങ്ങനെയുള്ള ചിന്താശേഷിയുള്ള സഭാ സമൂഹങ്ങൾ, അതിൽ തന്നെ യുവജനങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള ഓർമ്മ നിശ്ചയമായും അവരിൽ ചിലർ പ്രതീക്ഷ വളർത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിരണഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ നീതി സംബന്ധമായ അടിത്തറ പാകിയ, അതിൻ്റെ ഒരു മുന്നണി പോരാളിയായിരുന്ന ഭാഗ്യസ്മരണീയനായ ഉസ്താദ് ചന്ദ്രപൂരത്ത തിരുമേനിയെ സ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ വിചാരം ഈ കൺവെൻഷൻ നഗർ ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിന് വേണ്ടി ആ മധ്യപിതാവിൻ്റെ നാമധേയത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നും കൂടെ ഞാൻ കരുതുന്നു. എല്ലായിടങ്ങളിലും തൻ്റെ പ്രഭാഷണങ്ങളിൽ, പ്രസംഗങ്ങളിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടി, തിന്മയ്ക്ക് എതിരായി ഒരു പടയോട്ടം നടത്തിയ ധീര യോദ്ധാവായിരുന്നു. ആ പുണ്യശ്ലോകന്റെ അതേ പാതയിൽ സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഊർജം സംഭരിച്ച് ഇന്ന് നിരണം ഭദ്രാസനത്തിന് യുവജനങ്ങൾക്ക് കരമായി തീർന്നിരിക്കുന്ന തിരുമേനിയുടെ ഈ ദൃശ്യ പ്രവർത്തനങ്ങൾ എക്കാലവും ഗുണം ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. സാമൂഹിക തിന്മയ്ക്കെതിരെയുള്ള ഒരു ഒത്തുചേരൽ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളിയാണ്. സഭാ സമൂഹങ്ങളും ഇതര വിശ്വാസ സമൂഹങ്ങളും അവരുടെ വിശ്വാസങ്ങളെയും ഭക്തിശാസ്ത്രങ്ങളെയും മാറ്റിവെച്ച് നാട്ടാരെ സംശുദ്ധമാക്കുവാൻ തക്കവണ്ണം അണിചേരേണ്ടുന്നത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമായി നാം മനസ്സിലാക്കണമെന്നാണ് ഇത്തരണത്തിൽ യുവജന സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്. എന്തിനോടും ഏതിനോടും ആസക്തി കൊണ്ട് ഓടി നടക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിൽ അതിന് മുഖം തിരിച്ചു നിൽക്കുന്നതിനും, എന്നാൽ ധർമാസക്തിയോടുകൂടെ നീതിക്കും ന്യായത്തിനും വേണ്ടി ആസക്തി കൊണ്ട് ജീവിതത്തിന്റെ നല്ല സമയം അതിനുവേണ്ടി ചെലവഴിപ്പാൻ തക്കവണ്ണം നാം ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് വരികയിൽ ഈ സംരംഭം കേരളക്കരയിൽ ഭാരതത്തിൽ ചില അലകൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യുവജനങ്ങൾ പൊതുവെ ആദർശം ഉയർത്തിപ്പിടിക്കുവാൻ താല്പര്യമുള്ളവരാണ്. എന്നാൽ അവരുടെ ആദർശ ധീരതയെ പോലും കെടുത്തിക്കളയുന്ന പ്രലോഭനങ്ങൾ അവരുടെ ചുറ്റും വർത്തമാനമായി തീരുമ്പോൾ അതിൽ നിന്ന് വിരക്തി കൊണ്ട് നന്മയോടും നീതിയോടും ന്യായത്തോടും ധാർമ്മികതയോടും ആസക്തി കൊണ്ട് ഈ നാടുകളിൽ പ്രവർത്തിക്കുന്നു എന്ന് വരികയിൽ നമ്മുടെ കൊച്ചു കേരളത്തിന് ഒരു വിമോചനം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. നിശ്ചയമായും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സാമൂഹ്യ ഇടപെടലുകളിലൂടെ ആശയതലത്തിൽ, ചിന്താതലത്തിൽ നമ്മുടെ ജനങ്ങളെ കൂടുതൽ ഉത്സാഹമുള്ളവരാക്കി തീർക്കും എന്നുള്ള ഒരു വിചാരമാണ് ഇത്തരണത്തിൽ എന്നെ ഭരിക്കുന്നത്. നിശ്ചയമായും നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന പൗലോസ്ലീഹായുടെ വാക്കുകൾ ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയാണ്. തിന്മയെ തിന്മ കൊണ്ട് എതിരിടുന്നതിനല്ല, തിന്മയെ നന്മ കൊണ്ട് എതിരിടുന്നതിനും നന്മ ആത്യന്തികമായി വിജയിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളും സംരംഭങ്ങളും നമ്മുടെ ഓരോ ചെറിയ ചെറിയ ഇടങ്ങളിലും നാം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് വരികയും ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിച്ച് അവരെ പ്രബുദ്ധരാക്കുന്നുവെന്ന് വരികയിൽ നിശ്ചയമായും സാമൂഹ്യ മാറ്റം അതിലൂടെ ഉണ്ടാകും എന്ന് തന്നെ ഞാൻ പറയട്ടെ. ഈ ദിവസങ്ങളിലായി സാമൂഹ്യ നീതിക്ക് വേണ്ടി, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി നേതൃത്വം നൽകിയ ചില ധീര നേതാക്കളുടെ പ്രത്യേക ദിനങ്ങളൊക്കെ
പല സമൂഹങ്ങൾ ആചരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ തെറ്റില്ലാത്ത നേര് നിറഞ്ഞ നന്മ നിറഞ്ഞ ആദർശങ്ങളെയും പഠിപ്പിക്കലുകളെയും പോലും ഇന്ന് മറ്റ് ഇടങ്ങളിലേക്ക് ധ്രുവീകരിച്ച് അവരെ പോലും ഈ തരത്തിലുള്ള നീതിനിഷ്ഠമായ ജീവിതത്തിന് നിർണായകത്വം വഹിച്ചിരുന്നവരായിരുന്നു എന്നുള്ള ആ ധാരയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ബോധപൂർവമായ ശ്രമമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഭാരത സംസ്കാരത്തിൽ നീതിക്കും ധർമ്മത്തിനും വളരെയധികം സാങ്കത്യമുള്ള ഒരു രാജ്യം തന്നെയാണ്. അങ്ങനെയുള്ള നിഷ്ഠകളോടുകൂടെ ജീവിച്ചിരുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള നിലപാടുകളൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളതിൽ നാം അതീവ ദുഃഖിതരായി തീരണം. അതോടൊപ്പം തന്നെ യുവജനങ്ങൾ അവരുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാ സാമൂഹ്യ ജീവിതത്തിലും നിശ്ചയദാർഢ്യത്തോടുകൂടെ ഈ അനീതിയെ ചെറുക്കുന്നതിനായുള്ള അതിജീവനത്തിനായുള്ള മാർഗം ഇത്തരത്തിലാകുന്നുവെന്ന് കണ്ട് സംഘടിതമായി മുന്നേറുന്നുവെന്ന് വരെയിൽ നമുക്ക് മാറ്റത്തിന്റെ ചാലകശക്തികളായി തീരുവാൻ കഴിയും എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അത്തരത്തിൽ നേതൃത്വം നൽകിയിട്ടുള്ള പുണ്യശ്ലോകന്മാരുടെ കാൽപ്പാടുകളെ പിൻപറ്റിക്കൊണ്ട് തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെ തീക്ഷ്ണമായിരിക്കുന്ന താല്പര്യത്തോടുകൂടെ നേതൃത്വം നൽകുന്ന പിതാക്കന്മാരോടും യുവജന നേതാക്കളോടും ചേർന്ന് ഈ വലിയ പോരാട്ടത്തിൽ അണിചേരാനായി ഈ സമ്മേളനം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇത്തരത്തിലുള്ള നല്ല നല്ല സംരംഭങ്ങൾ സഭാ സമൂഹങ്ങളിൽ കൂടുതൽ ആവിഷ്കരിക്കുകയും അതിനെല്ലാം നേതൃത്വം നൽകുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട തിരുമേനിക്കും ഈ യുവജന പ്രസ്ഥാനത്തിനും ഭാവിയിൽ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ മഴയെ വകവെക്കാതെ വണ്ണം ഈ വലിയ പദയാത്രയിൽ പങ്കുചേർന്ന എന്റെ യുവജന സുഹൃത്തുക്കളെ, നിങ്ങൾ ധന്യരാണ്. നിങ്ങളുടെ പിതാവിനോടൊത്ത് ഈ വന്യരായിരിക്കുന്ന പട്ടക്കാരോട് ചേർന്ന് ഇന്നു മുതൽ ഈ ഒരു പദയാത്ര ദൈനംദിന ജീവിതത്തിന്റെ ഒരു ജീവിതചര്യയാക്കുന്നു എന്ന് വരികിൽ നമുക്ക് ഈ ദുഷ്ടത നിറഞ്ഞ തിന്മ നിറഞ്ഞ ഈ സമൂഹ ക്രമത്തിന് ഒരു തിരിച്ച് വരവിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ നേതൃത്വം നൽകുവാൻ കഴിയും. അതിന് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും നിങ്ങൾക്ക് മംഗളങ്ങൾ നേർന്നുകൊണ്ടും എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെയും ഈ ലോകത്തെയും അനുഗ്രഹിക്കട്ടെ. അധ്യക്ഷ പ്രസംഗത്തിനായി അഭിനന്ദ ഡോക്ടർ യുഹാനൻ മാർക്കോസിനെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയെ ധന്യമാക്കുന്ന ഏറ്റവും സ്നേഹവും വാത്സല്യവും അതുപോലെ സഹോദരതുല്യമായ ബന്ധം നിലനിർത്തുന്ന അഭിനന്ദനായ പൗലോസ് തിരുമേനി, നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ശ്രീ മാത്യു തോമസ് അവറുകളെ, ബഹുമാനരായ വൈദികരെ, നഗരസഭ അധ്യക്ഷ അതുപോലെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഈ പ്രാവശ്യത്തെ അതിജീവന പദയാത്രയോട് അനുബന്ധമായി പ്രസിദ്ധീകരിച്ച ആ പേപ്പറിൽ ഞാനൊരു ചെറിയ എഡിറ്റോറിയൽ പോലെ എഴുതിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ആധുനിക മനുഷ്യനെ മൃഗത്തോട് ഉപമിച്ചുകൊണ്ട് ആരോ ഒരു ലേഖനം എഴുതി. ഒരു പറ്റം മൃഗങ്ങൾ ഈ ലേഖനം വായിച്ചുവെന്നും അവരിത് വായിച്ചിട്ട് പ്രതികരിച്ചു എന്നും അതൊരു കഥ പോലെ എഴുതി എന്നുമാണ് ഞാൻ വായിച്ചത്. അത് ഞാൻ ഇതിനകത്ത് മുദ്രിച്ചിട്ടുണ്ട്. ആധുനിക മനുഷ്യനെ മൃഗങ്ങളോട് ഉപമിച്ചു, വായിച്ച മൃഗങ്ങൾ പ്രതികരിച്ചു, മനുഷ്യനെ ഞങ്ങളോട് ഉപമിക്കരുത്, ഞങ്ങൾ ഡീസന്റ്, തിന്നാൻ മാത്രമേ കൊല്ലുകയുള്ളൂ എന്ന്. അതിനകത്തൊരു വലിയ സന്ദേശം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാം. നമ്മുടെ ഈ സമൂഹത്തിൽ വ്യാപകമായി വരുന്ന തിന്മകൾ, മനുഷ്യ മനസ്സാക്ഷിക്ക് നിരക്കാത്ത, ദൈവനീതിക്ക് ഭൂഷണമാകാത്ത പ്രവണതകൾ, പ്രവർത്തനങ്ങൾ ഈ മനുഷ്യ സമൂഹത്തിൽ ഏറിവരികയാണ്. പത്രത്താളുകൾ വായിക്കുവാൻ ഭയമാണ്. ഓരോ ദിവസത്തെയും പത്രങ്ങളിൽ വന്നു വീഴുന്ന നിറയുന്ന വാർത്തകൾ മനുഷ്യന് ലജ്ജാകരമായിട്ടുള്ളതാണ്. ഇത് ഒരു മതത്തിൻ്റെയോ സഭയുടെയോ സമുദായത്തിൻ്റെയോ വിഷയമല്ല. എനിക്ക് ഈ അടുത്ത സമയത്ത് ഒരു ചെറിയ യാത്ര, നീണ്ട യാത്ര ചെയ്യേണ്ടി വന്നു. വളരെയേറെ സമയമുള്ള യാത്രയായിരുന്നത് കൊണ്ട് എൻ്റെ ചെറിയ ഈ പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. പ്രസിദ്ധനായ ശ്രീകുമാരൻ തമ്പിയുടെ ഞാൻ എന്ന കവിത, ഞാൻ കവിത വായിക്കുന്ന ആളല്ലെങ്കിലും സമയം കളയാനായിട്ട് ഞാനത് വായിച്ചു. ആ കവിത ഞാൻ ആ കുറിപ്പിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാനതൊന്ന് അതിൻ്റെ അർത്ഥം നിലനിൽക്കത്തക്കവണ്ണം അത് പറയട്ടെ. ശിവം എന്നിൽ നിറയുമ്പോൾ ശിവനാകുന്ന ഞാൻ, ശിവം എന്നിൽ മറയുമ്പോൾ ശവമാകുന്ന ഞാൻ,
രണ്ടും തമ്മിലുള്ള അന്തരം കേവലം വള്ളി മാത്രം. ശിവം എന്നുള്ളത് ദൈവാംശം എന്നുള്ളതാണ്. ദൈവാംശം എന്നിൽ നിറയുമ്പോൾ ശിവനാകുന്ന ഞാൻ ദൈവമായി തീരുന്നു, ദൈവ സ്വഭാവമുള്ളവനായി തീരുന്നു. ശിവം എന്നിൽ മറയുമ്പോൾ ശവമാകുന്നു ഞാൻ. അത് ശവമെന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. രണ്ടും തമ്മിലുള്ള അന്തരം കേവലം ഒരു പള്ളി മാത്രം. മനുഷ്യ സമൂഹത്തിൽ ദൈവാംശം നഷ്ടപ്പെട്ടതിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ് ഈ മനുഷ്യ സമൂഹം നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും. അതുകൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനല്ല, കഴിഞ്ഞ 9 വർഷമായി നാം ഇത് സംഘടിപ്പിച്ച് നടത്തി വരുന്നു. ഇതിനുള്ള പ്രേരണയും പ്രചോദനവും ക്രിസ്തു സുവിശേഷം കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. അഭിനന്ദ പൗലോസ് തിരുമേനിയെ സൂചിപ്പിച്ചു, നമ്മെ ഈ കാര്യത്തിൽ ഏറെ പ്രബോധിപ്പിച്ച, എപ്പോഴും അതിനുവേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അഭിനന്ദനായ വലിയ തിരുമേനി ആയിരുന്നു. തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. ഇത് നാം ഈ പദയാത്ര നടത്തി കഴിയുമ്പോൾ ഇതൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. നാം ഇവിടെ മുന്നോട്ട് വെച്ച ചില ആശയങ്ങളുണ്ട്, നാം ഇവിടെ വിളിച്ച് പ്രഘോഷിച്ച ചില സന്ദേശങ്ങളുണ്ട്. ആ ആശയങ്ങളുടെയും സന്ദേശങ്ങളുടെയും വാഹകന്മാരായി നാം ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ദൈവം നമ്മെ ആക്കിവെച്ചിരിക്കുന്ന സ്ഥാനത്ത് അഴിമതി രഹിതമായി, അതുപോലെ ആഡംബര രഹിതമായി, അക്രമ രഹിതമായി, അനീതി രഹിതമായി പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ, മറ്റുള്ളവരെയും അതിലേക്ക് ജീവിതം കൊണ്ട് നയിക്കുവാൻ നാം ഒരു ഉത്തരവാദിത്വം ഇന്ന് വിനയപൂർവ്വം ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവ നിയോഗം അനുഗ്രഹകരമായി നിറവേറ്റുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാം. ഞാൻ ഉപസംഹരിക്കുന്നതിന് മുമ്പ് കോരിച്ചൊരിയുന്ന ഈ മഴയത്തും മഴയെ അതിജീവിച്ച് ആദ്യോടന്തം ഇതിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹമാക്കി തീർത്ത ബഹുമാന്യരായ വൈദികര് അവരോടും, അതുപോലെ സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, യുവാക്കന്മാർ എല്ലാവരോടുമുള്ള എൻ്റെ വ്യക്തിപരമായ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കട്ടെ. സഹോദര തുല്യമുള്ള സ്നേഹബന്ധം നിലനിർത്തുന്ന പൗലോസ് തിരുമേനിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. തിരുമേനിയോട് എൻ്റെ വ്യക്തിപരമായ കടപ്പാട്. അഭിനന്ദനായ ബഹുമാന്യനായ മന്ത്രി മാത്യു പി തോമസ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് കൂടിയുണ്ട്. തിരക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എത്തിച്ചേരുവാൻ കഴിയുമോ എന്നുള്ള ഹൃദയത്തിന് സംശയമുണ്ടായിരുന്നു. നിർബന്ധമായും മാധ്യമി ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ശിരസാ വഹിച്ചു, നമ്മോടൊപ്പം ചേർന്നു. പ്രിയങ്കനായ മന്ത്രിയോട് എൻ്റെ വ്യക്തിപരമായ കടപ്പാട്. വൈദികരോടും എല്ലാവരോടും ഞങ്ങളെ കേൾക്കുന്ന പൊതുസമൂഹമുണ്ട്. ഈ അതിജീവന യാത്ര അനുഗ്രഹകരമായി നടത്തി പൂർത്തിയാക്കാൻ സഹായിച്ച പോലീസ് ഡിപ്പാർട്ട്മെന്റുണ്ട്. നാനാജാതി മതസ്ഥരായിട്ടുള്ളവര്, വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം തന്ന വിവിധ സഭാ അംഗങ്ങള്, സഭാ നേതൃത്വം, സഹൃദരെ, സുമനസ്സുകളെ, നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷനും ഈ അതിജീവന യാത്രയുടെ സൂത്രധാരനുമായ അഭിനന്ദ ഡോക്ടർ യുഹാൻ ക്രിസോസ്റ്റമസ് അതിനുവേണ്ടി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത തിരുവല്ലയുടെ പ്രിയങ്കരനായ MLA, കേരള സംസ്ഥാനത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് മാത്യു പി തോമസ്, മുഖ്യ പ്രഭാഷണം നൽകിയ മലങ്കര മാർത്തോമാ സഭയുടെ അടുംഭദ്രാസന അധിപനായിരിക്കുന്ന അഭിമന്യ എബ്രഹാം പൗലോസ് എപ്പിസ്കോപ്പ, പ്രിയപ്പെട്ട സഹോദര വൈദികരെ, സ്നേഹിതരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളത് അറിയാം. കാലാവസ്ഥയും അതിജീവിച്ച് ഇവിടെ തിരുവല്ല പട്ടണത്തിലൂടെ കടന്നു വന്ന യുവതി യുവാക്കൾ ഈ കാലത്ത് എന്തിനെയൊക്കെയാണ് അതിജീവിക്കേണ്ടത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഒന്നാമത് നാം അതിജീവിക്കേണ്ടത് ആത്മീയത നഷ്ടപ്പെട്ട മത പ്രവർത്തനങ്ങളെയാണ്. ഇന്ന് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ധാരാളം ഘടകങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. സംഗീതം മനുഷ്യരെ ഒന്നിപ്പിക്കുന്നു. ഒളിമ്പിക്സ് പോലെയുള്ള സ്പോർട്സ് മത്സരങ്ങൾ മനുഷ്യനെ ഒന്നിപ്പിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ മനുഷ്യനെ ഒന്നിപ്പിക്കുന്നു. ഇന്ന് മനുഷ്യനെ വിഭജിക്കുന്നത് മതങ്ങളും സഭകളും മാത്രമാണ്. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഗതിയാണ്. മതങ്ങൾ അവരുടെ ദിശാബോധം നഷ്ടപ്പെട്ട്, ആത്മീയത നഷ്ടപ്പെട്ട് മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതിന് പകരം ഭിന്നിപ്പിക്കുന്നു എന്നുള്ളത്. മത ആചാര്യന്മാർ എന്നുള്ള വേഷം ധരിച്ചിരിക്കുന്ന ആളുകൾ കൂടെ സന്തുലിതമായ ചിന്തകൾ കൊണ്ട് കേവലം നിസ്സാരരായ മനുഷ്യന്റെ ദിശാബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നയിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു സംഗതിയാണ്. നമ്മുടെ രാഷ്ട്രപിതാക്കന്മാരെ,
നവോത്ഥാന നായകന്മാരെ ഒക്കെ കേവലം ഒരു മതത്തിന്റെ ഉള്ളിൽ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ നിലപാടുകൾ എടുക്കുമ്പോൾ, സാംസ്കാരിക സംഘടനകൾ നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെ യുവാക്കൾ, യുവതികൾ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് നാം അതിജീവിക്കേണ്ടത് ഇന്ന് വളർന്നു വരുന്ന ഈ കച്ചവട സംസ്കാരത്തെയാണ്. വിദ്യാഭ്യാസവും ആതുര ശുശ്രൂഷയും കച്ചവട ഉൽപ്പന്നങ്ങളായി മാറിയിരിക്കുന്ന തിരുവല്ല പട്ടണത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കച്ചവട സംസ്കാരം മനുഷ്യനെ നശിപ്പിക്കുകയുള്ളൂ. വളർന്നു വരുന്ന യുവതി യുവാക്കളായ നിങ്ങൾ ഈ കച്ചവട സംസ്കാരത്തെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യരെ മനുഷ്യരായി കാണുവാനും എല്ലാവരുടെയും ഉള്ളിലുള്ള ദൈവിക അംശം തിരിച്ചറിയുവാനും ജാതി മത ചിന്തകൾക്ക് അതീതമായി സഹോദരങ്ങളായി പ്രവർത്തിക്കുവാനുമുള്ള പ്രതിജ്ഞയാണ് ഈ അതിജീവന യാത്രയിലൂടെ നേടിയെടുക്കേണ്ടത്. മൂന്നാമതും അവസാനമായും ഇന്ന് നമ്മുടെ യുവതി യുവാക്കന്മാരെ സംഗമിച്ചിരിക്കുന്ന ഒരു യോഗമാണ് മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗവും. ഇത് വളരെ ബോധോദയം ലഭിച്ച ആളുകളുടെ നാടാണ്. ശ്രീബുദ്ധന്റെയും ശങ്കരാചാര്യരുടെയും നാടാണ്. നവോത്ഥാന നായകന്മാരുടെ നാടാണ്. ഇന്ന് കേരളത്തിലെ യുവാക്കൾ രാവിലെ 7 മണിക്ക് തന്നെ ബോധം നഷ്ടപ്പെട്ടവരായി നിരത്തുകളിൽ കൂടെ നടക്കുന്നത് കാണുന്നത് വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസവും ഒരു അപകടത്തിൽ കൂടി 5 പേര് അവരുടെ ജീവൻ പൊലിഞ്ഞത് ഒരു മദ്യപാനിയായ ഡ്രൈവർ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് യുവാക്കളായി നിങ്ങൾ ഈ മദ്യപാനത്തെ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. മയക്കുമരുന്നിനോട് നിങ്ങൾ ചാറ്റ പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് വളരെ സാംസ്കാരികമായ ഒരു പശ്ചാത്തലമുള്ള ഈ സംസ്ഥാനത്ത്, ഈ പട്ടണത്ത്, ഈ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കുവാനായി, ജീവിത മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായി, സഹജീവികളെ സ്നേഹിക്കുവാനുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായി ഇടയായി തീരേണ്ടതായിട്ടുണ്ട്. 9 വർഷമായി നടത്തപ്പെടുന്ന ഈ അതിജീവന പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിയോന്യ ക്രിസോസ്റ്റമസ് തിരുമേനിയെ തീർച്ചയായും അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. നേതൃത്വം കൊടുക്കുന്ന യുവജന പ്രസ്ഥാന ഭദ്രാസന ഭാരവാഹികൾ മത്തായി വർഗീസ്, അതുപോലെ തന്നെ യുവജന പ്രസ്ഥാന കേന്ദ്ര ജനറൽ സെക്രട്ടറി ജസനച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. ട്രഷറർ ജോജി പി തോമസ് ഉണ്ട്. അതുപോലെ ഭദ്രാസന തലത്തിലുമുള്ള നമ്മുടെ എല്ലാ വൈദികരും അൽമായകരമായ നേതൃത്വം ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ അതിജീവന പദയാത്ര തിരുവല്ല പട്ടണത്തിന്റെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തട്ടെ. മൂല്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. സഹോദര്യ ബന്ധങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് എല്ലാവരുടെയും ഉള്ളിലുള്ള ദൈവിക അംശത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആശംസാ പ്രസംഗങ്ങൾ ഈ വിപരീതമായ കാലാവസ്ഥ പ്രമാണിച്ച് ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നില്ല എന്ന് നമ്മുടെ ബഹുമാന്യരായ ക്ഷണിതാക്കൾ അറിയിച്ചിരിക്കുന്നത് കൊണ്ട് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്ന കർത്തവ്യത്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായി ഭദ്രാസനത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തിക്കൊണ്ട് അതിജീവന പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിവന്യനായ ഡോക്ടർ യുഹാനന്മാർ ക്രിസോസ്റ്റമസ് മനസ്സുകൊണ്ട് യുവാക്കളെ പ്രബോധിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ഉണർത്തിക്കൊണ്ട് തിന്മകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു വലിയ യജ്ഞമാണ് ഈ നടക്കുന്നത്. ഈ വർഷം അതിൽ പങ്കാളികളാകുവാൻ നമുക്ക് ഭാഗ്യം സിദ്ധിച്ചത് ഏറ്റവും അനുഗ്രഹകരമായി എന്ന ആമുഖമായി ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളട്ടെ. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, അതിജീവന പദയാത്രയുടെ നായകനായിരുന്നത് നിരണ ഭദ്രാസനത്തെ നേരോടെ നയിക്കുന്ന അഭിവന്യ ഡോക്ടർ യുഹാനന്മാർ ക്രിസോസ്റ്റമസ് തിരുമനസ്സുകൊണ്ടാണ്. വിപരീതമായ ആരോഗ്യ സാഹചര്യങ്ങളും പ്രതികൂലമായ കാലാവസ്ഥയും ഒന്നും വകവയ്ക്കാതെ താൻ ഏറ്റെടുത്തിരിക്കുന്ന പ്രതിജ്ഞയോടുള്ള പ്രതിബദ്ധത തെളിയിച്ചുകൊണ്ട് നമ്മളെ ഏവരെയും നയിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുകയും സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പട അത് നമ്മയും അണിചേർത്തുകൊണ്ട് മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അഭിവന്യ തിരുമനസ്സിനോടുള്ള കൃതജ്ഞത തൃപ്പാദത്തിൽ സാദരം സമർപ്പിക്കുന്നു. ആരാധനായ ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മാത്യു തോമസ് യുവജന പ്രസ്ഥാനത്തോടൊപ്പം എന്നും കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒരു മാന്യദേഹമാണ്. നമ്മുടെ അഭ്യുദയകാംക്ഷി, നമ്മുടെ നന്മ ചിന്തിക്കുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലും തിരക്കിട്ട പരിപാടികൾക്കിടയിലും നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു, സമയം കണ്ടെത്തി നമ്മോടൊപ്പം അണിചേർന്നു. അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ കൂടിയിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അഭിവന്യ എബ്രഹാം മാർ പൗലോസ് തിരുമനസ്സുകൊണ്ട് ഇവിടെ നിന്ന് യാത്രയായി മറ്റൊരു പ്രോഗ്രാമിൽ കുറിയന്നൂരിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. നാം ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഈ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു. 2006 അതിജീവന പദയാത്ര ആദ്യമായി ആരംഭിക്കുമ്പോൾ
നാം അദ്ദേഹത്തെ പ്രത്യേകമായി ക്ഷണിച്ചിരുന്നില്ല. എന്നാൽ ഇതിന്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട്, ഇതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് യാത്രാമധ്യയിൽ കണ്ട് കിലോമീറ്ററോളം ഈ യാത്രയിൽ അദ്ദേഹം അണിചേർന്ന് നമ്മോടൊപ്പം മനസ്സ് ചേരുന്ന, നമ്മോടൊപ്പം കൈകോർക്കുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹം. അഭിമന്യ തിരുമേനി, അഭിമന്യ തിരുമനസിനോടുള്ള പ്രത്യാദരവുകളും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആരാധ്യനായ മുനിസിപ്പൽ ചെയർമാൻ KV വർഗീസ് യഥാർത്ഥത്തിൽ ഒരു അതിഥി എന്ന നിലയിലല്ല നമ്മോടൊപ്പം പങ്കെടുക്കുന്നത്. കട്ടപ്പുറത്ത് പള്ളിയിൽ നിന്നും ഈ പദയാത്ര ആരംഭിച്ചപ്പോൾ മുതൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടന്ന് എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിയ ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർമാനെ കുറിച്ച് പ്രത്യേകമായി അഭിമാനമുണ്ട്. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊടുക്കുന്നു. നമുക്ക് ആശംസാ പ്രസംഗങ്ങൾ നൽകിയ ബഹുമാന്യനായ ഡോക്ടർ റെജി മാത്യു അച്ഛൻ നമ്മുടെ ഈ പ്രദേശത്തിനും നമുക്കും ഏറെ അഭിമാനമുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ അറിവും പാണ്ഡിത്യവും പലപ്പോഴും നമ്മുടെ കണ്ണുകളെ തുറക്കുന്ന പ്രഭാഷണങ്ങളിലൂടെ നമ്മെ അദ്ദേഹം നിരന്തരമായി അനുസ്മരിപ്പിച്ചുകൊണ്ടും പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്യദേഹമാണ് ബഹുമാന്യനായ റെജി മാത്യു അച്ഛൻ. ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തോദ്ദീപകമായ വാക്കുകളാൽ നമ്മെ പ്രബോധിപ്പിച്ച ബഹുമാന്യനായ റെജി മാത്യു അച്ഛനോടുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ സവിനയം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വന്യനായ ജസനച്ചൻ യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അക്ഷീണം സുദീർഘമായി ദീർഘനാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസനച്ചന്റെ നേതൃത്വം യുവജന പ്രസ്ഥാനത്തെ സഭയിൽ ആകമാനം ഉണർത്തുന്നു എന്നത് പ്രത്യേകം പരാമർശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജസനച്ചനോടുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്കറിയാം, അതിജീവന പദയാത്ര തിരുവല്ലയിലൂടെ കടന്നു വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ, ഈ തവണത്തെ നമ്മുടെ റൂട്ട് തിരുവല്ലയാണ് എന്ന് അറിഞ്ഞപ്പോൾ യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും വളരെ നല്ല പ്രതികരണവും ആവേശോജ്വലമായ പ്രതികരണവും ഉണ്ടായി. ഏതാണ്ട് 700-ലധികം യുവാക്കളും യുവതികളും എല്ലാവരുമായി 700ഓളം പേർ കട്ടപ്പുറത്ത് പള്ളിയിൽ നിന്നും ബാല്യങ്കര പള്ളിയിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ പദയാത്രയിൽ ഉണ്ടായിരുന്നു. ഏതാണ്ട് കുരിശുകവലയോട് അടുത്തപ്പോൾ ആശുപത്രിപ്പടി ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയും മഴയും ഉണ്ടായി എങ്കിലും മഴയൊന്നും വകവയ്ക്കാതെ തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിന്റെ ആവേശവും ആർജവവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ ക്ഷീണവും മഴയും പനിയും നനവും ഒന്നും വകവയ്ക്കാതെ ഇപ്പോഴും ഇത് സമാപിച്ചിട്ടേ പോകൂ എന്ന ആവേശത്തിൽ ഇവിടെ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി, നിങ്ങളാണ് സമൂഹത്തിന്റെ പ്രതീക്ഷ. ഈ ഒരു ആവേശവും സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. യുവജനങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ നമ്മെ നയിച്ചത് ക്ലേശകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ, മഴ വരുമ്പോൾ എന്ത് ചെയ്യണം, മറ്റ് റോഡിന്റെ തടസ്സം ഉണ്ടാകാതെ നമ്മെ നയിക്കണം, മഴയൊന്നും ഒരു പ്രശ്നമല്ല, പല തിരക്കുകളും മാറ്റിവെച്ച് അഭിമന്യരായ വൈദിക ശ്രേഷ്ഠരുടെ നിറസാന്നിധ്യം അതിജീവന പദയാത്രയെ ഏറെ ധന്യമാക്കി. വൈദിക ശ്രേഷ്ഠർ ആണ് നമ്മെ നയിക്കുന്നത്. ഈ വൈദിക ശ്രേഷ്ഠരുടെയും തിരുമേനിയുടെയും നേതൃത്വത്തിൽ തീർച്ചയായും നന്മയുടെ പാന്താവുകളിലേക്കാണ് നാം സഞ്ചരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രതികൂലതകളെ പ്രതിഫലിച്ചുകൊണ്ട് നമ്മോടൊപ്പം നിന്ന് യുവാക്കളെ മുൻപിലേക്ക് നയിക്കുന്ന ബഹുമാന്യരായ എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള കൃതജ്ഞത നിസ്സീമമാണ്. ഭക്തിയും ബഹുമാനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വിവിധ പോയിന്റുകളിൽ പ്രസംഗിച്ച വൈദിക ശ്രേഷ്ഠരുണ്ട്. വന്യനായ കുര്യൻ ദാനിയേൽ അച്ഛൻ, സിജു അച്ഛൻ, വന്യനായ ഷിബു ടോമർ അച്ഛൻ, ബഹുമാനപ്പെട്ട ഈവർഗീസ് അച്ഛൻ വിവിധ പോയിന്റുകളിൽ ഈ അതിജീവനത്തിൻ്റെതായ സന്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് വളരെ ഉദാത്തമായ സന്ദേശങ്ങൾ നമുക്ക് നൽകി. വിവിധ സ്പോട്ടുകളിൽ നമുക്ക് സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, മത വ്യത്യാസങ്ങളില്ലാതെ ധാരാളം പേർ നമ്മെ സ്വീകരിക്കുകയും അഭിമന്യ തിരുമേനിയുടെ ഈ യജ്ഞത്തോടൊപ്പം അണിചേരുകയും ചെയ്തു. എല്ലാവരോടുമുള്ള കൃതജ്ഞത നിസ്സീമമാണ്. വിവിധ യൂണിറ്റുകളുടെ പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നില്ല. പ്ലോട്ടുകൾ, അതുപോലെ വാദ്യമേളങ്ങൾ, അതുപോലെ പ്ലാക്കാർഡുകൾ, ഇവയൊക്കെ നൽകി ഈ സംരംഭത്തെ വിജയിപ്പിച്ചത് യൂണിഫോം അണിഞ്ഞുകൊണ്ടും അല്ലാതെയും ഒക്കെ ധാരാളം എണ്ണത്തിൽ വന്നിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള യുവജനങ്ങൾ ധാരാളമായിട്ടുണ്ട്. പേരുകൾ പരാമർശിച്ചാൽ എല്ലാം പരാമർശിക്കേണ്ടി വരും. എല്ലാവരുടെയും മനസ്സ് സ്നേഹത്തിൽ നിറഞ്ഞെന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. എല്ലാ യുവജന സുഹൃത്തുക്കളോടും നേതാക്കളോടുമുള്ള കൃതജ്ഞത, ഭദ്രാസന സമിതി അംഗങ്ങളോടുള്ള എല്ലാവരോടുമുള്ള കൃതജ്ഞത, ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. പ്രത്യേകം പരാമർശിക്കുന്നു ജോയി ആലുക്കാസ് എന്ന സംരംഭം ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നമുക്ക് ശീതളപാനീയം നൽകി. നമ്മുടെ നനഞ്ഞാണ് വന്നതെങ്കിലും അത് അല്പം കൂടെ നമുക്ക് കുളിരേകി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് കാണിച്ച സ്നേഹം, അതോടൊപ്പം നമ്മുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സൗജന്യമായി വൃക്ഷത്തൈകൾ അവർ വിതരണം ചെയ്യുന്നു. ഈ സ്നേഹത്തിന് പുഷ്പതയ്ക്കും നിങ്ങളോട് പ്രത്യേകമായി നന്ദി കരയിക്കുന്നു. ഈ സംരംഭങ്ങൾക്കെല്ലാം കൈത്താങ്ങൽ നൽകി ഇവിടുത്തെ പൊതുസമൂഹമുണ്ട്. ഇതിനോടനുബന്ധിച്ച് ജീവനം എന്നൊരു പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിനോടൊക്കെ അനുബന്ധിച്ച് ഇവിടുത്തെ വ്യവസായ, അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഞങ്ങളോട് നന്നായി സഹകരിച്ചിട്ടുണ്ട്. മഴയിൽ കുതിരാത്ത, മഴയിൽ ഒലിച്ചു പോകാത്ത ഈ ആർജവം വരും കാലത്തും നമുക്ക് തുടരാം. അതിജീവനത്തിന്റെ സന്ദേശത്തിന്റെ വാഹകരാകാം. ഏവരോടുമുള്ള കൃതജ്ഞത ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകളോട് സ്മരിക്കുന്നു. നന്ദി.
ആശീർവാദത്തോടുകൂടി ഈ യോഗം സമാപിക്കുകയാണ്. തിരുവത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ അവൻ്റെ അനുഗ്രഹങ്ങളും കർമ്മങ്ങളും ആശ്വാസവും നടത്തിയിട്ടു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഈ സമൂഹത്തോടും ദേശത്തോടും ലോകത്തോടും എല്ലാവരോടും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.